പോർട്ട് ട്രസ്റ്റും ഷിപ്പ് യാർഡിലുമൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും വിചാരിക്കാറുണ്ട്, നമ്മളൊരു ചെറിയ ഫേം അല്ലേ, എങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയ ഗവൺമെൻറ്റായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ പേഴ്സണലി ഐ ഹാവ് ഡൺ കപ്പിൾ ഓഫ് ബിസിനസ് ആൻഡ് ഐ ആം വെരി ഹാപ്പി. പേയ്മെൻറ്റ് ടേംസ് ആണെങ്കിലും പലരും പറയും ഗവൺമെൻറ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ടേംസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ആറ്റിറ്റ്യൂഡാണ് അല്ലേ? മൈൻഡ് അട്രാക്ട്സ് വാട്ട് വി, അല്ലേ? അതാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നൊരു കോൺഫിഡൻസ് എല്ലാവർക്കും വരണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. സെക്കൻഡ് തിങ് ഇസ്, ഇതിന് കുറച്ച് പേഷ്യൻസ് വേണം. അറിയാലോ, ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ OTP എല്ലാം എടുക്കാൻ കൊടുത്ത് ചിലപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഫാസ്റ്റായിട്ട് രജിസ്ട്രേഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. gem.gov.in ഇതാണ് വെബ്സൈറ്റ് ID. ഓക്കെ, gem.gov.in ഇതാണ് നമ്മൾ ആ വെബ്സൈറ്റ്. ഇത് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, ഇതിലെല്ലാം ഈ പ്രൈവറ്റ് വെബ്സൈറ്റുകൾ കയറി വരാറുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾക്കറിയാലോ ഉദ്യം രജിസ്ട്രേഷൻ, അതൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്ന അതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാ. എല്ലാവർക്കും ആകെ അറിയാവുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമ്മളൊരു MSME ആണെങ്കിൽ ജെമ്മിൽ പ്രിഫറൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയം ആണോ എന്നുള്ളത് ഗവൺമെൻറ്റിലേക്ക് അറിയാൻ പറ്റും. നമ്പർ 2 എന്ന് പറയുന്നത്, ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു 1 point കോൺടാക്ട് ബിറ്റ്വീൻ ദ എൻ്റർപ്രണർ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. നമുക്കൊരു സജഷൻ ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനോട് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഗവൺമെൻറ്റിനോട് എങ്ങനെയാണ് പറയുക? നമ്മൾ വിചാരിക്കുമോ ഇതൊന്നും നമുക്ക് നടക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരോട് പോയി ചോദിക്കും. ഡെഫിനറ്റ്ലി അവരറിയുന്നതൊക്കെ അവർ പറഞ്ഞുതരും. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് champions.gov.in എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് മെയിലിലേക്ക് ഒരു മെയിൽ അയയ്ക്കുക. അപ്പോൾ അതിൽ പേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പേര് രേഖ, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ പേര് അരുൺ അസോസിയേറ്റ്സ്, അങ്ങനെ കൊടുത്തിട്ട് ആരും അവിടെ നോക്കില്ല. അവിടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷൻ നമ്പറാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ റിലേറ്റഡ്, ഇപ്പോൾ നമ്മൾ ഈ റൂമിൽ എത്ര പേരുണ്ട്? 20 പേര്, 25 പേര് ഉണ്ടെങ്കിൽ ആ 25 ആൾക്കാരുടെയും ബിസിനസ് ഡിഫറെൻ്റ് ആയിരിക്കും, റൈറ്റ്? അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും സംശയങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സെഷനിൽ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് എല്ലാവരുടെ എനിക്കും അറിവില്ല അത്രയും പറഞ്ഞുതരാൻ. അപ്പോൾ എല്ലാം പറഞ്ഞു തരാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഈ ചാമ്പ്യൻസിൽ കയറിയിട്ട് നമ്മുടെ ഉദ്യം രജിസ്ട്രേഷൻ കൊടുത്ത് നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ 48 hours നമ്മുടെ ഇൻബോക്സിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണോ ക്ലിയർ ചെയ്ത് തരുന്ന രീതിയിലുള്ള ലിങ്കുകളെല്ലാം തന്നെ വരും. ക്ലിയർ ആയോ? അപ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് എന്തൊക്കെ ലോൺ അവൈലബിൾ ആണ്, ഇനി മാമിനെ പോലുള്ള അല്ലെങ്കിൽ വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കീംസ് പ്രത്യേകിച്ച് ഉണ്ടോ, ഇതെല്ലാം ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഏതൊരു ഓഫീസിലും കയറി ഇറങ്ങേണ്ട, ഇങ്ങനൊരു മെയിൽ വിട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എവറിത്തിങ്.